ലോകത്തിൽ ഇനിയും കാണാൻ കിടക്കുന്ന കുറേ കാലങ്ങളുണ്ട്. സുശ്രുതേ, ഞാൻ നിന്നെ ഒരു ദിവസം കാണൂടാ, എന്നെ പിടിച്ച് കൊണ്ടുപോടാ. നിനക്ക് ഞാൻ അയച്ചക്കത്ത് ദ്രോണിലോട്ട് നീ ചുണ്ടുവന്നതാണ് എനിക്കറിയണം. നിനക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരടാ. എനിക്ക് വിശ്രുതിനെ നിയതിനെ ഓർമ്മയില്ല എന്നവൻ്റെ വിചാരം. The time begins now. ഫിസിക്സ് പഠിച്ച് ഈ ഫോഴ്സ് ആൻഡ് വർക്ക് ചാപ്റ്റർ എങ്ങനെയെങ്കിലും പഠിക്കണം. എട്ട് 59 കറക്റ്റ് 9 മണി തന്നെയാണ്. പത്ത് മണിക്കൊരു സ്ഥലം വരെ പോകണം. എന്നാലും എവിടെങ്കിലും കറങ്ങാൻ പോയില്ല. ശരിയാണ്. ഇതെന്തൊരു മെസ്സേജ്? 10 മണിക്ക് കോഴിക്കോട് എയർപോർട്ടിലെത്തിക്കും ഫ്രം ആർ. പിന്നെയും ആ ആർ സൈന്. 10 മണിക്ക് കോഴിക്കോട് എയർപോർട്ടിൽ നിൽക്കാനോ? എന്ത് മെസ്സേജ്? എന്തായാലും പോയി നോക്കണം. ആർക്കറിയാം നിയതി എൻ്റെ എന്താ പറയുക മെസ്സേജിൽ എന്തോ മെസ്സേജ് വന്നു. 10 മണിക്ക് കണ്ണൂർ എയർപോർട്ടിൽ, കണ്ണൂരല്ല കോഴിക്കോട് എയർപോർട്ടിൽ നിൽക്കാൻ പറഞ്ഞു കേട്ടോ നിയതി. ഒരു മാസം ഫുൾ ഫിനിഷ് ചെയ്ത പേജ്. ഓക്കെ, എന്നാലും ആരായിരിക്കും? 10 മണി ആവാനായ. ഇനി ഉണ്ട് 1 മണിക്കൂർ ബാക്കി. 10 മണി ആയി. പോട്ടെ. ഏട്ടാ, ഒരു കോഴിക്കോട്. കോഴിക്കോടാ? ടിക്കറ്റ്. ശരി ശരി ശരി. കോഴിക്കോട് എത്തിയ അങ്ങനെ കോഴിക്കോട് എത്തി. ഈ എയർപോർട്ടിൽ തന്നെയാണ്. അതാരാ? അയാൾ എന്നിട്ടാണോ ഇനിയിപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ എടുക്കാൻ പറഞ്ഞു? കുറേ ആൾക്കാരുണ്ട്. ബ്രോ, താനാണോ എന്നെ കോഴിക്കോടിലോട്ട് വിളിച്ചേ? ഞാനല്ല. ഇല്ലേ, പിന്നെ ആരാ എന്നെ ഇപ്പോൾ കോഴിക്കോടോട്ട് വിളിച്ചേ? കാണില്ല. ആ മെസ്സേജിലോട്ടൊന്ന് വിളിച്ചു നോക്കാം. The person is calling is not answering. Please try again later. ആളെ വിളിച്ചിട്ട് കിട്ടണില്ല. ഇനിയിപ്പോൾ ഞാൻ പോവാ. പിന്നെന്താ മെസ്സേജ്? നീ കോഴിക്കോടിൽ വന്നു, ഞാൻ നിന്നെ കണ്ടു, പറ്റുമെങ്കിൽ കണ്ടുപിടിക്കാൻ വാടാ. നിനക്ക് ഓർമ്മയുണ്ടോ വിശ്രുതും ധൃതിയുടെ ലോകം? നിന്റെ അനിയത്തീനെയൊക്കെ കൊന്ന ആ ലോകം. ദ ടൈംസ് ഓഫ് ടൈം. അതൊക്കെ ഇപ്പോഴും ആരാണ് ഓർത്ത് വെക്കുന്നത്? അതൊക്കെ ഞാൻ 1 കൊല്ലം മുമ്പേ വിട്ട സാധനങ്ങളല്ലോ. എന്നാലും ഇത് എന്താണ് ഈ മെസ്സേജ്? എന്തായാലാവട്ടെ, ഞാൻ പോവാണ്. പിന്നെയും മെസ്സേജ്. ഞാൻ നിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകും. നീ വീട്ടിൽ പോയാലും ഞാൻ എപ്പോഴും നിൻ്റെ അടുത്തുണ്ടാകും. നീ എങ്ങോട്ട് ഓടിപ്പോയാലും. ഇയാളത്ര നിൽക്കുന്ന സേഫല്ല. ഏട്ടോ, ഓട്ടോ അവിടെ അങ്ങോട്ട്. ഞാനിപ്പോഴും നിൻ്റെ അടുത്തുണ്ട്.
നീ പേടിക്കണ്ട. ഇവിടെ ഇവിടെ ശരി കേട്ടോ. ഓ ഇവിടെ ഒന്ന് സമാധാനായേ. പിന്നെ മെസ്സേജ് ഇപ്പോഴും ഞാൻ നിൻ്റെ അടുത്തുണ്ട്, പുറത്ത് നോക്കടാ. ഇയാള് പുറത്തൊന്നും കാണില്ലല്ലോ. ഗേറ്റിൻ്റെ അവിടെ വന്ന് നോക്കണം. വേറെ വഴിയില്ല, ഇയാളെ കണ്ടുപിടിച്ചിട്ടല്ലേ ബാക്കി വേറെ വെച്ചിട്ടുള്ള ആളാരെനിപ്പോ പക്ഷെ മനസ്സിലാവാത്ത. ഇവിടെയാണെങ്കിൽ ആരും ഇല്ല. ഞാൻ ഗേറ്റിൻ്റെ അടുത്തുണ്ടതാ. ഒരാളുമില്ല, വെറുതെ പറ്റിക്കുക, വേറൊരു പണിയുമില്ല. അങ്ങനെ നിന്നെ കിട്ടിയടാ. നീ അങ്ങനെ അവസാനം കുറിച്ച് വന്ന് എനിക്ക് ഞാൻ ആരാന്ന് മനസ്സിലായില്ല അല്ലേ? ഞാനാടാ നീ കൊന്ന വിശ്രുതനെയും വൃതിനെയൊക്കെ കൽപ്പിച്ച റോബർട്ട്. അവരുടെയൊക്കെ ഏറ്റവും ഗോഡ് ഓഫ് ദ സീസൺ ടൈംസ് ഓഫ് ടൈം. നീ എവിടെ? നീ എവിടാ? അവന് ആ ഗ്യാപ്പിൽ രക്ഷപ്പെട്ട്. അവന് ഇനി കുറച്ച് ഗെയിംസ് കളിപ്പിക്കാൻ ബാക്കിയുണ്ട്. അമ്മേ, വാതിലൊക്കെ അടിച്ച് കുറ്റിയിടട്ടെ. ഇയാൾ ഏതാ സാധനം? ഇയാൾ ഇവിടെ തന്നെ കണ്ട മനസ്സിലായി. ഓ നിയതി, ഞാൻ ഒരാളെ കണ്ട്. അയാൾ എന്നെ പിടിച്ചോണ്ട് എവിടേക്കോ കൊണ്ടുപോയി. എന്നിട്ട് ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകം. പിന്നെ കള്ളം പറയാൻ ഇത്രയും പെട്ടെന്ന് ഇത്ര എത്തിയിട്ടുള്ളൂ. പിന്നെയാണ് ഇത്ര നീ പെട്ടെന്ന് വന്നത്. അല്ല പറയണത്, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അയാളെ ഞാൻ കുറ്റം അത് കുറെ നേരെയാണ് തുടങ്ങി. എനിക്ക് തുടങ്ങിയാലേ അല്ല പിന്നെ അവള് തുടങ്ങിയല്ലോ എന്നും പറഞ്ഞു വന്നിരിക്കണ. പിന്നെയും മെസ്സേജ്, എനിക്ക് വലിയ മെസ്സേജ് കുറണം. നീ വിചാരിച്ച ആ ആരാന്നിപ്പം മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. അത് മറുപടി പറഞ്ഞ പൊട്ട. റോബർട്ട്. റോബോട്ടോ? ഇപ്പോഴാ മനസ്സിലായേ? അന്ന് നിയതി മരിച്ചപ്പോ. അല്ല, നിയതി മരിച്ചിട്ടെങ്ങനെ നീ എവിടെത്തി? നീ ആരാ? നീ പുതിയ വന്ന അയൽക്കാരിയാണല്ലേ? ഞാൻ വേറെന്തോ വിചാരിച്ചു. റോബർട്ട്. പക്ഷെ മറ്റേ നിയതിനന്ന് തട്ടിക്കൊണ്ട് പോയപ്പോ ആ ചെറിയ പയ്യനിട്ടാണെങ്കിപ്പോ പിന്നെ മെസ്സേജ്. അവനല്ലടാ, അവൻ്റെ ഏട്ടനാടാ. അവൻ്റെ ഏട്ടനെ പേര് റോബർട്ടെന്നാ? അതേടാ. ഇവരൊക്കെ എവിടെ നിന്ന് കേൾക്കണേ? ഇവരെവിടെ ഉണ്ടോ? അതെ, പിന്നെയും അതെ. ഒരു കഷ്ടമായി. അമ്മേ, നീ ശരിക്കും പറ, നീ ഇവിടെ ഉണ്ടോ? ഉണ്ട്. പിന്നെയും മെസ്സേജ് ഉണ്ട്.
എനിക്കാണെങ്കിൽ മുഴുവൻ കൺഫ്യൂഷൻ അവിടെ എന്തൊക്കെയാണ് ഇവിടെ നടക്കണേന്ന്.